ചെറിയ മീനുകൾ ഇട്ടുകൊടുത്ത വലിയ സ്രാവുകൾ തടി തപ്പിയിരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തിൽ. വലിയൊരു മാഫിയ ഇതിന് പിന്നിലുണ്ടെന്നും ഒരു സുപ്രഭാതത്തിൽ ആരൊക്കെയോ വന്ന് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതല്ല എന്നും പകൽ പോലെ സത്യമാണ്. അതിന് പിന്നിലുള്ള പ്രധാന കൈകൾ മുഖ്യമന്ത്രിയുടെയും ഭരണപക്ഷ മന്ത്രിമാരുടെയും തന്നെയാണ്. പക്ഷേ അവരിപ്പോൾ പറയുന്ന തന്ത്രം ചെറിയ കള്ളന്മാരെ പോലീസ് മുന്നിൽ ഇട്ടുകൊടുത്ത് ഒളിച്ചിരിക്കുക എന്നതാണ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവർ കൂടെ ഉണ്ടായിരുന്ന മറ്റു കള്ളന്മാരാണ്. എല്ലാവരുടെയും പേര് പറഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോഴും വലിയ കള്ളന്മാർ നിലവറയിൽ പതുങ്ങിയിരിക്കുകയാണ് എന്ന് കൂടി ഓർക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് 4ാമത്തെ അറസ്റ്റാണിത്. 2019 ജൂലൈ 19 പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല. ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണം കമ്മീഷണർക്കാണ്. മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനഃപൂർവ്വം വിട്ടുനിന്നു എന്നാണ് വിവരം. അടുത്ത മന്ത്രി കുപ്പായം അണിഞ്ഞവരിലേക്കാണോ അറസ്റ്റ് എന്ന് നോക്കിയാൽ മാത്രം ഇനി മതി. ദ്വാരപാലക ശില്പവും ഏത് വ്യവസായിക്കാണ് മന്ത്രി വിട്ടു നൽകിയതെന്ന് പറഞ്ഞു വെച്ച പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ ശരിയാണ് എന്ന് കൂടി ഇപ്പോൾ ഹൈക്കോടതിയും വ്യക്തമാക്കിയതാണ്. അതാണിപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും ചോദ്യവും. 3 ദേവസ്വം ബോർഡുകൾക്കും 3 മന്ത്രിമാർക്കും ഇതിൽ ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞതല്ലേ എന്നും വലിയ മീനുകളെ സംരക്ഷിച്ച് പരൽ മീനുകളെ പിടിക്കാൻ സമ്മതിക്കില്ല എന്ന് കൂടിയാണ് ഈ സ്വർണ്ണ കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. കവർച്ച നടന്ന കാലയളവിലെ എല്ലാ ദേവസ്വം പ്രസിഡന്റുമാർ, അംഗങ്ങൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കും അന്വേഷണ വിധേയമാക്കണം. 3 ദേവസ്വം മന്ത്രിമാരാണ് ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. ഓരോരുത്തരുടെയും പങ്കും അന്വേഷിക്കണം. നിലവിൽ നടക്കുന്ന അന്വേഷണം കുറച്ചു പേരെ ബലിയാടാക്കി കൂടുതൽ പേരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. രാജ്യാന്തര സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് ഇതുമായി ബന്ധമുണ്ടെന്നും ഹൈക്കോടതി പോലും നിരീക്ഷിച്ച സ്ഥിതിക്ക് ഹൈക്കോടതി ബെഞ്ചിന്റെ മേൽനോട്ടത്തിന് വിധേയമായി കേസ് CBIക്ക് കൈമാറുകയാണ് വേണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അതേസമയം ശബരിമല ശ്രീകോവിലെ സ്വർണ്ണവാതിലിന്റെ മഹസറിൽ അടിമുടി ദുരൂഹത എന്ന് കൂടി പുറം ലോകം അറിയുകയാണ്. വാതിൽ പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ച് ഒരു പരാമർശവും മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചുവെന്ന് മഹസറിൽ പറയുന്നുണ്ട്. 2019 മാർച്ച് 3 പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിച്ചപ്പോൾ എഴുതിയ മഹസറിൽ വിവരങ്ങളാണ് പുറത്തു വന്നത്. ശബരിമലയിലെ വസ്തുക്കൾ അപഹരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് 2019 ദേവസ്വം ബോർഡിന് മുൻ തിരുവാഭരണം കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട്. പഴയ വാതിലിലെ സ്വർണവും കവർച്ചയും ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം SITക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇനി നമുക്ക് രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിലേക്ക് പോകാം. അതാണ് യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ്. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ 3 മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം. ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. കോടതി വിലക്കുണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ്. അവരെന്താ ചോദ്യം ചെയ്യാത്തത്? അവരെന്താ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. 1-2 ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. യഥാർത്ഥ പ്രതികൾ ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളുമാണ്. അവരെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പോഴത്തെ ബോർഡ് ഈ കള്ളക്കളിക്ക് മുഴുവൻ കൂട്ടുനിന്നു എന്നതും പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് അടക്കം മെമ്പർമാരടക്കം ഈ മോഷണത്തിൽ അവരുടെ പങ്ക് ഉണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ അവരെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. അതുവരെ ഞങ്ങളുടെ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.